ഹായ് ഹലോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹോൾമൻ കൊല്ലൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ്. ഈ ഒരു സ്ഥലം മലയുടെ മുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്നതാണ് ഹോൾമൻ കൊല്ലൻ സ്കീ ജമ്പ് ടവർ. അപ്പോൾ നോർവേ സന്ദർശിക്കുന്ന, അതായത് നോർവേയുടെ ക്യാപിറ്റലായിട്ടുള്ള ഓസ്ലോ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർ ഈ ഒരു സ്ഥലം മിസ് ചെയ്താൽ അത് ഭയങ്കര നഷ്ടമായിരിക്കുള്ളൂ. കാരണം ഓസ്ലോയിലെ പ്രസിദ്ധങ്ങളായിട്ടുള്ള ലാൻഡ്മാർക്കുകളിൽ ഒന്നാണ് ഈ ഹോൾമൻ കൊല്ലൻ. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട അട്രാക്ഷൻസ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്കീ ജമ്പ് ടവറാണ്. അതുകൂടാണ്ട് ഇതിനുള്ളിൽ ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കമേറിയ സ്കീ മ്യൂസിയം ഉണ്ട്. പിന്നത്തെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സിപ്പ് ലൈൻ, അതായത് ഹോൾമൻ കൊല്ലൻ സിപ്പ് ലൈൻ അല്ലെങ്കിൽ കൊല്ലൻ സ്വേവത്ത് എന്ന് പറയും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ. ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് നമ്മൾ ഇതിങ്ങനെ പുറത്തുനിന്ന് കാണുന്നതിന് പൈസ ഒന്നും കൊടുക്കണ്ട, ഫ്രീ ആണ്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് സ്റ്റെപ്പുകൾ വരെ അവിടം വരെ കയറി ചെല്ലാം, അതൊക്കെ ഫ്രീ ആണ്, ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ഒരു ടവറിൻ്റെ ഉള്ളിലേക്ക്, അതായത് മുകളിലോട്ട് കുറച്ച് കയറാനും അവിടുത്തെ മ്യൂസിയം വിസിറ്റ് ചെയ്യാനും നമ്മൾക്ക് ടിക്കറ്റ് എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഈ സിപ്പ് ലൈൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും പ്രത്യേകം ടിക്കറ്റ് എടുക്കേണ്ടി വരും. കുറച്ച് എക്സ്പെൻസീവ് ആണ് ഈ സിപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ. മ്യൂസിയത്തിൽ വിസിറ്റ് ചെയ്യാനൊന്നും അധികം പൈസ ഇല്ല, പക്ഷെ സിപ്പ് ലൈനിൽ ഒരു 700 നോക്കൊക്കെ വരും. അപ്പോൾ ഞങ്ങൾക്കൊരു ടിക്കറ്റ്, സാജൻ ചേട്ടനൊരു ടിക്കറ്റ് ഫ്രീ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതല്ല ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് യൂസ് ചെയ്യാനാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഹൈറ്റ് ഉള്ള സംഭവങ്ങളൊന്നും താല്പര്യമില്ല, കുറച്ച് ഹൈറ്റ് പേടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ സാജൻ ചേട്ടന് ടിക്കറ്റ് ഉള്ള കാരണം അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഇവിടെ ഞങ്ങൾ വന്നിട്ടുള്ളത്. സാജൻ ചേട്ടൻ അവിടെ നിന്ന് സിപ്പ് ലൈനിലൂടെ വരുമ്പോൾ എനിക്കത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ താഴത്ത് നിൽക്കുകയാണ്, ക്യാമറ ഒക്കെ പിടിച്ച്. അപ്പോൾ സാജൻ ചേട്ടൻ അങ്ങോട്ട് നടന്ന് പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് സ്റ്റെപ്സ് കയറാനുണ്ട്. ആ സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ പടികൾ കുറച്ച് ഹൈറ്റ് കൂടിയതാണ്, അതുകൊണ്ട് തന്നെ കയറാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കുറച്ചങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ. അതല്ലാണ്ട് നമുക്ക് കാറിൽ അപ്പുറത്തെ സൈഡിൽ വന്നാൽ അവിടെ നിന്ന് നമുക്ക് ലിഫ്റ്റ് ഉണ്ട് ടവറിൻ്റെ മുകളിലേക്ക്. അത് ഞങ്ങൾക്കറിയില്ലായിരുന്നു. അപ്പോൾ അവിടം വരെ, ഇതാ കാണുന്ന സ്ഥലം വരെ കയറിയിട്ട് സാഞ്ചേട്ടന് ലിഫ്റ്റ് എടുക്കാം. ഇവിടുത്തെ മെയിൻ ആക്ടിവിറ്റി വിൻ്ററിലാണ് ഉണ്ടാവുക, അതായത് സ്കീ ജമ്പിങ്. അപ്പോൾ വിൻ്റർ ആകുമ്പോൾ നിറച്ച് മഞ്ഞായിരിക്കുള്ളൂ ഇവിടെ. ഒരുപാട് ഇൻ്റർനാഷണൽ ലെവലിലുള്ള കോമ്പറ്റീഷൻസ് ഒക്കെ ഇവിടെ നടക്കും. അപ്പോൾ അതിനൊക്കെ ഒരു പേര് കേട്ട സ്ഥലമാണിത്. ഇപ്പോൾ സാഞ്ചേട്ടൻ മുകളിലെത്തി. അപ്പോൾ അവിടെ നിന്ന് ലിഫ്റ്റ് എടുക്കാൻ പറ്റും മുകളിലെ ടവറിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവരാണ് നമ്മൾ ഹാർനസ് ഒക്കെ വെയർ ചെയ്യാൻ സഹായിക്കുക, അതായത് ആ ഒരു സെക്യൂരിറ്റി ബെൽറ്റ് അല്ലെങ്കിൽ സ്ട്രാപ്പ് നമ്മുടെ മേലെ കൂടി ഇതാ പോകുന്ന സാധനം, അതൊക്കെ വെയർ ചെയ്യാൻ നമ്മൾ സഹായിക്കുന്നത് ഇവരാണ്. ഇപ്പോൾ ഓരോരുത്തരും അവിടെ നിന്ന് സിപ്പ് ലൈൻ വഴി താഴോട്ട് വരും. എന്നിട്ട് ഈ ഒരു ഹാർനസ് അവരിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് തിരിച്ച് മേലേക്ക് പോകുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ സേഫ്റ്റി മെഷേഴ്സൊക്കെ ഒരുപാടുള്ള ഒരു ആക്ടിവിറ്റിയാണത്. ഇവരുടെ നമുക്ക് പേടിക്കേണ്ട ഒന്നും ആവശ്യമില്ല, നല്ല സെക്യൂർ ആയിരിക്കും. സാഞ്ചേട്ടൻ്റെ ഊഴായി. സാഞ്ചേട്ടൻ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്, പക്ഷെ വീഡിയോ ഓണാക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, ഇത്രയും മുകളിൽ നിന്ന് കേട്ട് ചാടാൻ പോകുന്നതിൻ്റെ ടെൻഷൻ ഉണ്ടാവും. ചാടല്ല, ഇങ്ങനെ ഇരുന്ന് വരുന്നതിൻ്റെ ടെൻഷൻ ഉണ്ടാവും. കാരണം എനിക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ടായിരുന്നു, കാരണം നല്ല ഹൈറ്റിലാണ്. അപ്പോൾ സ്റ്റാഫ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്ന് ഓസ്ലോ നഗരവും അതുപോലെ തന്നെ ഓസ്ലോ ഫ്യോർഡൊക്കെ വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റും, അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഓസ്ലോയുടെ പല സ്ഥലങ്ങളിൽ നിന്നും ഈ ഹോൾമൻ കൊല്ലൻ്റെ ടവർ നമുക്ക് കാണാൻ പറ്റും, അത്ര ഉയരത്തിൽ കാരണം. അങ്ങനെ എല്ലാം സെറ്റായെന്ന് തോന്നുന്നു. സാഞ്ചേട്ടൻ ഹോൾമൻ കൊല്ലനിൽ നിന്നും താഴേക്ക് പറക്കാൻ പോവുകയാണ്.
വാവ് വാവ്, നല്ല രസമുണ്ടത് കാണാൻ. ഇപ്പോൾ റെക്കോർഡിങ് കുറച്ച് ഡിഫിക്കൽട്ടാണ്, കാരണം ഭയങ്കരമായിട്ട് സൂം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്കായാൽ എൻ്റെ ഫോക്കസ് തെറ്റിപ്പോവും, സാധനം കിട്ടാണ്ടാവും. ഭാഗ്യത്തിന് കിട്ടി. ചിരിക്കുന്നൊക്കെ ഉണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. അമ്പോ, അവിടെ വന്നൊരു ഇടിച്ചു. അതാണ് ബ്രേക്ക്. അപ്പോൾ അവിടെ വന്ന് അത് സ്റ്റോപ്പ് ചെയ്യാനുള്ളൊരു ബ്രേക്കാണത്. ഇനി അവരങ്ങോട്ട്, അവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, അവിടെ അങ്ങോട്ട് അവർ വലിച്ചെടുത്തിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഈ ഹാർനസ്സൊക്കെ ഊരുക. കുറച്ച് ഒരു സെറ്റ് ഹാർനസ് അങ്ങോട്ട് തിരിച്ചു പോകുന്നുണ്ട്, ഹാർനസ്സും ഹെൽമെറ്റും. അപ്പോൾ ഈ കണ്ണടയ്ക്ക് എന്തോ പറ്റിയെന്ന് തോന്നുന്നുണ്ട്, കാരണം കണ്ണട ഊരി അവരൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു, അവർ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് കണ്ണട ഒരു ഗ്ലാസ് ഈ ഇടിച്ചപ്പോൾ തെറിച്ചു പോയി. അപ്പോൾ ഗ്ലാസ് വെക്കണ്ടെന്നൊന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഗ്ലാസ് വെക്കണോണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷേ ആ ഒരു ഇടിയിൽ ബ്രേക്കിൽ വന്നിടിച്ചപ്പോൾ എന്തോ അവിടെ ജാമായിട്ട് അങ്ങനെ പറ്റിയതായിരിക്കും. വലിയ കുഴപ്പമൊന്നുമില്ല. ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ ബ്രേക്ക് ഇടിച്ചു കൊടുത്ത് പോയി നോക്കിയപ്പോൾ കണ്ണടയുടെ ഗ്ലാസ് കിട്ടി. പിന്നെ ജസ്റ്റ് ഇങ്ങനെ പൊട്ടിയിട്ടുണ്ടായിരുന്നു, വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എന്തായാലും സാൻചേട്ടൻ ഈ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് എന്താ പറയണതെന്ന് നമുക്ക് നോക്കാം. ചാടി അടിപൊളിയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ചാടിയപ്പോൾ അവർ പറഞ്ഞു ഇവിടെ വരുന്നൊരു ബ്രേക്ക് ഉണ്ട്, അപ്പോൾ നമ്മൾ ജസ്റ്റ് ബാക്കിലേക്ക് താഴ്ന്നു. ചാടിയില്ല, എൻ്റെ കണ്ണട പൊട്ടിയിട്ടുണ്ടായി. എൻ്റെ ഇവിടെ ചെറിയൊരു ഇത് വന്നു. പക്ഷേ അടിപൊളിയായിരുന്നു. അഡ്രിനാലിൻ അങ്ങോട്ട് തിളച്ച് മറന്നിട്ടുണ്ട്.